നേരെ വൈഫാണെങ്കിൽ ഒരു ചെറിയ ശബ്ദം കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ജനൽ തുറന്ന് നോക്കലും ഒരു മല വലുതായിട്ട് ഇങ്ങനെ ഇളകി ഇങ്ങനെ വരുന്നത്. പിന്നെ നോക്കുന്നത് ഇളയവൻ്റെ മേത്ത് നിറച്ച് ചെടി. മൂത്തവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടറാന്നും പറഞ്ഞ് വലിച്ചിട്ട് അവൾ ഓടണം. വൈഫാണെങ്കിൽ അവൾ തെറിച്ച് താഴെ കിടക്കുക. പിന്നെ അതിനെയും വലിച്ച് ഞാൻ പുറത്തേക്ക് കയറിയിട്ട് ഞങ്ങൾ 4 പേരോട് ഓടുക ചെയ്ത്. ഭീതി ഇപ്പോഴും വിട്ടുമാറാതെ കൺമുന്നിൽ കണ്ട സംഭവം ജോമോൻ പറയുകയാണ്. നഷ്ടമൊത്രയൊക്കെ സംഭവിച്ചാലും 4 ജീവനുകൾ തിരിച്ചു കിട്ടിയല്ലോ. ഞങ്ങൾ കിടക്കുന്ന റൂമാണിത്. ഞങ്ങൾ ഒരു 5 മിനിറ്റും കൂടി താമസിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വന്ന് കിടന്നാനെ. ആ കിടന്ന ഉറക്കത്തിന് ഒരു സമയമായിരുന്നെങ്കിൽ ഇന്ന് 4 ജീവനുകളും ഈ ഭൂമിയിൽ തന്നെ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഇപ്പം സംസാരിക്കാൻ പറ്റുന്നത്. 7 വർഷം മുൻപ് ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീടാണ് തുച്ഛമായ ശമ്പളത്തിൽ സെക്യൂരിറ്റി ജോലി ചെയ്താണ് ഇന്ന് കാണുന്ന വിധമാക്കിയത്. എന്തു ചെയ്യാം, കഴിഞ്ഞ ദിവസങ്ങളായി നിലക്കാതെ പെയ്ത മഴ വിതച്ച ദുരിതം ജോമോന്റെ തീരാ നോവായി. +2 വിദ്യാർത്ഥിയായ മകൾ ജൽന ഓൺലൈൻ പരീക്ഷ കഴിഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ സംഭവിച്ചതെന്തെന്ന് ജോമോന്റെ ഭാര്യ പറയും. മോളപ്പ ഈ റൂമിലായിരുന്നു, മോന് ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചോറെടുത്ത് കഴിഞ്ഞപ്പോ അവരെ വിളിച്ച് അവരങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഒരു ഒച്ചയായിട്ട് ഞാൻ ഹോളിലത്തെ ജനൽ തുറന്ന് നോക്കിയത്. അപ്പൊ അവിടെ ചെറുതായിട്ട് മണ്ണിടിഞ്ഞ് അവിടെ കിടപ്പുണ്ടായി താഴത്ത്. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാലാണ് ആ വലിയ മല ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പൊ ഇവരോട് ഓടിക്കോന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഞാൻ തെറിച്ച് വീണം. മേത്തേക്ക് ആ ചെളിവെന്ന് അടിച്ചിട്ട് ഞാൻ തെറിച്ച് വീണ്. കിടപ്പുമുറിയിലെ അലമാര പൂർണ്ണമായി തകർന്നു. കട്ടിൽ നാമാവശേഷമായി. പുറകുവശത്തെ ജനൽ തെറിച്ചു വന്ന് വീണത് നടുമുറിയിലാണ്. അത്രയുണ്ട് മണ്ണിടിച്ചിലിന്റെ ആഘാതം. മുറികളിലെല്ലാം ചെളി നിറഞ്ഞു. കുട്ടികളുടെ പുസ്തകങ്ങളടക്കം ചെളിയിൽ മുങ്ങി. ഇതിനിടയിൽ ജോമോന്റെ ഫോണും നഷ്ടമായി. ഇളയ മകൻ അൽജിന് ഇപ്പോഴും പേടി മാറിയിട്ടില്ല. പേടിച്ചുമായിരുന്നു. ഇത് അവിടെ എത്തിയായിരുന്നു. അപ്പൊ മണ്ണും സ്റ്റക്കായി. റവന്യൂ അധികാരികൾ എത്തി നാശനഷ്ടങ്ങൾ കണക്കാക്കി. 2020 ഭരിക്കുന്ന കുന്നത്നാട് പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. നമുക്ക് അടിയന്തരമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ നമ്മളും ശ്രമിക്കും. കാരണം അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മഴ മാറി മാനം തെളിഞ്ഞാൽ ചെളി നീക്കണം, വീട് വാസയോഗ്യമാക്കണം. ഇതൊക്കെയാകും ജോമോന്റെ ഇപ്പോഴത്തെ ചിന്തകൾ. അതുമാത്രം പോരല്ലോ. ഒരു വലിയൊരു മല ഇടിഞ്ഞു വീണത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളിലേക്കാണ്. പെരുമഴയത്താണ് അവരിപ്പോഴുള്ളത്. തണലൊരുക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികളും. ജോയി സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.